പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 13 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ ദിവസവും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ വീഡിയോയും ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. For which organizations did Cochin Shipyard Limited (CSL) launched 5 vessels from Kochi on November 12, 2020? ഏത് സംഘടനകൾക്കാണ് കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CSL 2020 നവംബർ 12 കൊച്ചിയിൽ നിന്ന് 5 കപ്പലുകൾ പുറത്തിറക്കിയത്? JSW Shipping and Logistics Private Limited, Border Security Force BSF. JSW Shipping and Logistics Private Limited മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഈ കമ്പനിക്ക് 2 മിനി ജനറൽ കാർഗോ ഷിപ്സാണ് നൽകിയത്. അതേപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് 3 ഫ്ലോട്ടിംഗ് ബോർഡർ ഔട്ട് പോസ്റ്റ് വെസൽസും. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതും 5 കപ്പലുകൾ ലോഞ്ച് ചെയ്തതും റമീദ കെ, സയൻറ്റിസ്റ്റ്, നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫി ലബോറട്ടറി, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി. ഇൻ വിച്ച് പ്ലേസസ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ഡെഡിക്കേറ്റിംഗ് 2 ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദി 5th ആയുർവേദ ഡേ? 5ാം ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഏത് സ്ഥലത്താണ് പ്രധാനമന്ത്രി 2 ആയുർവേദ സ്ഥാപനങ്ങൾ സമർപ്പിക്കുന്നത്? ജാംനഗർ ആൻഡ് ജയ്പൂർ. ജാംനഗറിൽ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ ITRA, ജയ്പൂരിൽ ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ NIA. 5ാമത്തെ ആയുർവേദ ഡേ, അതായത് 13th നവംബറിൽ വേൾഡ് ആയുർവേദ ഡേ ആയിട്ട് ആചരിക്കുന്നു. അതേപോലെ 25th ഒക്ടോബറിൽ നാഷണൽ ആയുർവേദ ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി 5th സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ വിച്ച് ലോഞ്ച്ഡ് ബൈ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ് ശ്രീപാദ് നായക് ഓൺ 12th നവംബർ 2020? 2020 നവംബർ 12 പ്രതിരോധ സഹമന്ത്രി ശ്രീപാദ് നായക് പുറത്തിറക്കിയ 5ാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയുടെ പേര്? INS വഗീർ. INS വഗീർ കൽവാരി ക്ലാസ്സിൽപ്പെടുന്ന ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറൈൻസ് ആണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്റ്റ് 75ൻ്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയെ അടിസ്ഥാനമാക്കിയുള്ള ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളാണ് കൽവാരി ക്ലാസുകൾ. വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ബാക്ക്ഡ് ദ ഫസ്റ്റ് പ്രൈസ് ഓഫ് ദി നാഷണൽ വാട്ടർ അവാർഡ്സ് 2019? നാഷണൽ വാട്ടർ അവാർഡ്സ് 2019 ഒന്നാം സമ്മാനം നേടിയ സംഘടന ഏതാണ്? ശ്രീ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡ്. ജമ്മു കാശ്മീരിൽ നിന്ന് 63 കിലോമീറ്റർ അകലെ ഡിസ്ട്രിക്ട് റിയാസിയിൽ ട്രിക്കുട്ട ഹിൽസിന് 13 കിലോമീറ്റർ അകലെയാണ് വൈഷ്ണോദേവി ദേവാലയം. ഈസ്റ്റ് ഡൽഹി MP ഗൗതം ഗംഭീർ ഇനോഗ്രേറ്റഡ് എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് giant air purifier in which place of Delhi on 12th November 2020? ഈസ്റ്റ് ഡൽഹി MP ഗൗതം ഗംഭീർ 2020 നവംബർ 12 ദില്ലിയിലെ ഏത് സ്ഥലത്താണ് ഒരു ഭീമൻ എയർ പ്യൂരിഫയർ ഉദ്ഘാടനം ചെയ്തത്? ഗാന്ധിനഗർ മാർക്കറ്റ്. 12 അടി പൊക്കമുള്ള ഏതാണ്ട് 1000 സ്ക്വയർ മീറ്റർ കവർ ചെയ്യുന്ന ഒരു ദിവസം 2 lakh ക്യൂബിക് മീറ്റർ എയർ പ്യൂരിഫൈ ചെയ്യാൻ കഴിവുള്ള എയർ പ്യൂരിഫയറാണ് 2020 നവംബർ 12 ഗാന്ധിനഗർ മാർക്കറ്റിൽ ഉദ്ഘാടനം ചെയ്തത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം കാൺപൂർ സിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും എയർ പൊല്യൂഷൻ ഉള്ള ഒരു സിറ്റി. സ്പോർട്സ് IPL 2020 അവാർഡുകൾ നേടിയ വ്യക്തികൾ: ദേവ്ദത്ത് പടിക്കൽ എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ, KL Rahul ഗെയിം ചേഞ്ചർ ഓഫ് ദ സീസൺ,
കിറോൺ പൊളാർഡ്, സൂപ്പർ സ്ട്രൈക്കർ ഇഷാൻ ഖാൻ, ക്രാക്ക് സിക്സസ് ഓഫ് ദി സീസൺ ട്രെൻറ്റ് ബോൾട്ട്, പവർ പ്ലെയർ കാസിഗോ റബാഡ, പേർപ്പിൾ ക്യാപ്പ് KL രാഹുൽ, ഓറഞ്ച് ക്യാപ്പ്. അതേപോലെ ജോഫ്ര ആർക്കർ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന അവാർഡുകൾ ഈ വർഷത്തെ IPL 2020 നേടി. Who unveiled the 19 feet gold statue of the Alabe dog in the capital of Ashgabat of Turkmenistan on 10th November 2020? 2020 നവംബർ 10 തലസ്ഥാനമായ അഷ്ഗാബത്തിൽ അലേബ നായയുടെ 19 അടി സ്വർണ്ണ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഗർബാംഗലി ബേർഡിമുഖ് മെഡോവ്. ഇദ്ദേഹം ടർക്ക്മെനിസ്ഥാൻ്റെ പ്രസിഡന്റ്. 2007 ഫെബ്രുവരി മുതൽ ടർക്ക്മെനിസ്ഥാൻ അല്ലെങ്കിൽ ടർക്ക്മേനിയ എന്ന രാജ്യം ഒരു ഏഷ്യൻ രാജ്യമാണ്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ടർക്ക്മെൻ. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ നമ്മളിൽ നല്ല കോൺഫിഡൻസ് വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.